ഇന്ന് ഞാൻ മുട്ടയും കൊണ്ടുള്ള റെസിപ്പിയാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. മുട്ടയും കൊണ്ടുള്ള കുറേ റെസിപ്പികൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് പെട്ടെന്ന് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു 4 മണി പലഹാരമാണ് ഉണ്ടാക്കുന്നത്. 4 മണിക്ക് മാത്രമല്ല കേട്ടോ, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പോലെ കഴിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇത് റെഡിയാക്കിയിട്ട് എടുക്കുന്നത് മുട്ട വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫില്ലിങ്ങും വയ്ക്കുന്നത് മുട്ടയും കൊണ്ടാണ്. പിന്നെ ഇതിൻ്റെ പുറത്തൊരു ഷീറ്റ് ഉണ്ടാകും, ആ ഷീറ്റ് ഉണ്ടാക്കുന്നത് മുട്ടയും കൊണ്ടാണ്. അപ്പോൾ ഇതിനെ ഞാൻ പേരിട്ടേക്കുന്നത് ഡബിൾ മുട്ട പപ്സ് എന്നാണ് അതിൻ്റെ പേരിട്ടേക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ മുട്ട പുഴുങ്ങിയിട്ട് ഒരു നല്ല ടേസ്റ്റുള്ള ഒരു മസാല ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ വയ്ക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബ്രെഡ് ക്രംസിൽ ഒന്ന് മുക്കിയിട്ട് നന്നായിട്ട് ഇങ്ങനെ മൊരിയിച്ചിട്ട് എടുക്കുക. മൊരിയിച്ചിട്ട് എടുക്കുമ്പോൾ ചെറിയ തീയിലിട്ടിട്ട് മൊരിയിച്ചിട്ട് എടുക്കണം, എന്നാൽ മാത്രമേ ശരിക്കാണ്ട് മൊരിഞ്ഞ് കിട്ടുള്ളൂ. ഞാൻ ഈ ബ്രെഡ് ക്രംസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചിലപ്പോൾ കരിഞ്ഞു പോകും. ഇത് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടാട്ടോ ഇത് റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. പിന്നെ ഇത് കഴിക്കുമ്പോൾ ചെറിയ ചൂടോടുകൂടിയിട്ട് കഴിക്കണം. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ റെഡിയാക്കാമെന്ന്. ഇത് റെഡിയാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഇതിലേക്കുള്ള മസാല ഉണ്ടാക്കണം. അപ്പോൾ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇതേപോലത്തെ 3 വലിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതേപോലത്തെ ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് ഒന്നല്ലെങ്കിൽ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. ഞാനിവിടെ ഇതേപോലത്തെ ചെറിയൊരു പച്ചമുളകിന് എടുത്തേക്കുന്നത്. ഈ പച്ചമുളക് നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചിട്ട് എടുക്കണം. പിന്നെ സവോള വേണം. സവോള ഞാനിവിടെ ഒരു 1.5 സവോളയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഒരു സവോള ഞാനിവിടെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ സവോളയുടെ ഒരു പകുതിയും കൂടിയിട്ട് എടുക്കണം. ഇത് നല്ല കനം കുറച്ചിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ചെറിയ സവോളയൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2 സവോള എടുക്കുക. ഇതിപ്പോൾ കുറച്ച് വലിയ സവോള ചെയ്തുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു 1.5 സവോള എടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് മസാലപ്പൊടികളായിട്ട് സാധാരണ നമ്മൾ കറിയിലേക്കൊക്കെ ചേർക്കണ മഞ്ഞൾപ്പൊടിയും വേണം, മല്ലിപ്പൊടിയും വേണം, മുളക് പൊടിയും വേണം, ഗരം മസാലയും വേണം. ഈ 4 മസാലപ്പൊടികളും ഞാനിത് ഓരോന്ന് ചേർക്കണ സമയത്ത് അതിൻ്റെ അളവ് പറയാം. പിന്നെ 3 മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓരോന്നിൻ്റെ ഉള്ളിലേക്ക് ഓരോ മുട്ടയുടെ പകുതിയായിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് 3 മുട്ടയുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 6 റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഇതിലേക്ക് നമ്മൾ പുളിക്ക് വേണ്ടിയിട്ട് തക്കാളി ചേർക്കുന്നുണ്ട്. തക്കാളി ഒരുപാട് ചേർക്കില്ല. ഞാനിവിടെ ഇതേപോലത്തെ ഒരു കഷ്ണം തക്കാളിയാണ് എടുത്തേക്കുന്നത്. കാരണം കൂടുതൽ തക്കാളി എടുത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മസാല കുറച്ച് വെള്ളം പോലെ ഇരിക്കും. പിന്നെ കൂടുതൽ തക്കാളിയുടെ ആവശ്യമില്ല. ഒരു ചെറുതായിട്ടൊരു പുളി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളിതിലേക്ക് തക്കാളി ചേർക്കേണ്ടത്. ഈ തക്കാളി ഒന്ന് പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കാം. അപ്പോൾ ഇത്രയ്ക്ക് സാധനങ്ങളാണ് നമുക്ക് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇതാണ്ട് നീക്കി വയ്ക്കാം. സെപ്പറേറ്റ് ഒരു 6 മുട്ട എടുത്തിട്ടുണ്ട്. ഈ മുട്ട നമുക്ക് പൊരിച്ചിട്ട് എടുക്കാനാട്ടോ. മുട്ട പൊരിച്ചിട്ട് എടുക്കുമ്പോൾ സാധാരണ നമ്മൾ മുട്ടയ്ക്ക് പൊരിച്ചിട്ട് എടുക്കുമ്പോൾ അതിലേക്ക് സവോള, പച്ചമുളക്, അങ്ങനെ കുറച്ച് മസാലകളൊക്കെ ചേർക്കുമല്ലോ. പക്ഷേ ഇത് നമ്മൾ പ്ലെയിനായിട്ട് പൊരിച്ചിട്ട് എടുക്കണം കേട്ടോ. വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇച്ചിരി സവോള നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കുക. അത് ഒരുപാട് ചേർക്കരുത്. കാരണം കൂടുതൽ ചേർത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുട്ടയുടെ മിക്സിങ് ഭയങ്കര വെള്ളം പോലെയാവും. അപ്പോൾ നമ്മൾ ആ വിചാരിക്കുന്ന പോലെ നമുക്കത് അങ്ങോട്ട് ഫോൾഡ് ചെയ്യാനും പറ്റില്ല. പിന്നെ സവോളയൊക്കെ കൂടിയിട്ടുണ്ടെങ്കിൽ ഫോൾഡ് ചെയ്യുമ്പോൾ അത് പൊട്ടി പോവുകയും ചെയ്യും. അപ്പോൾ ഈ മുട്ട പൊരിച്ചിട്ട് എടുക്കുമ്പോൾ ഞാനിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർക്കും. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ചേർക്കും. അപ്പോൾ നമ്മളിത് പൊരിച്ചിട്ട് എടുക്കുമ്പോൾ ഞാനിപ്പോൾ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോണത് 2 മുട്ട വെച്ചിട്ടാണ് പൊരിക്കാൻ വേണ്ടിയിട്ട് പോണത്. അപ്പോൾ 2 മുട്ട വെച്ചിട്ട് നമ്മൾ ഒരു മുട്ടപ്പം ഉണ്ടാക്കും. എന്നിട്ട് ആ മുട്ടപ്പം തന്നെ 2 പീസായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കും. എന്നിട്ട് ഓരോ പീസിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ സവോളയുടെ ഫില്ലിങ് നമ്മൾ റെഡിയാക്കൂലേ, ആ ഫില്ലിങ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പോണത്. പിന്നെ ഞാനിവിടെ ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. ബ്രെഡ് ക്രംസ് ഒന്നല്ലെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് റെഡിമെയ്ഡായിട്ട് വാങ്ങാം, അല്ലെങ്കിൽ ബ്രെഡ് ക്രംസ് നമുക്ക് ഈസി ആയിട്ട് തന്നെ വീട്ടിൽ റെഡിയാക്കിയിട്ട് എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിൻ്റെ റെസിപ്പി വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ യൂട്യൂബിൽ പോയിട്ട് മിയ കിച്ചൻ ബ്രെഡ് ക്രംസ് എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ റെസിപ്പി കിട്ടും. പിന്നെ നമ്മൾ കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ ബ്രെഡ് ക്രംസിൽ ഇടാൻ പോണതിന് മുമ്പ് നമ്മൾ മുട്ടയില അല്ലെങ്കിൽ മൈദയില ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുമല്ലോ. അപ്പോൾ ഞാനിവിടെ മൈദയിലാണ് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് മൈദ എടുത്തിട്ടുണ്ട്. അതിന് പ്രത്യേകിച്ച് ഇത്രയ്ക്ക് മൈദ എന്നില്ല, ഒരു ഏകദേശം അളവിൽ കുറച്ചെടുക്കുക. അത് നമ്മുടെ ഇത് പൊരിച്ചെടുക്കാൻ പോണതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പും പിന്നെ വെള്ളം കൂടി ചേർത്തിട്ട് ഇത് കുറച്ച് വെള്ളം പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കും. അപ്പോൾ ഇത്രയ്ക്ക് സാധനങ്ങളാണ് നമുക്കിത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്. ചൂടാക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ചേർക്കുക. ഇത് ഓടിൻ്റെ ഉരുളി കേട്ടോ. എൻ്റെ അടുത്ത് കുറച്ച് പേരൊക്കെ ചോദിച്ചിരുന്നു ഇത് ഓടാണോ ഉരുളിയാണോ എന്നൊക്കെ. ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് സവോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം ഇതിലേക്ക് ചേർക്കുക. ഇതെല്ലാം കൂടിയിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കുക. ഈ സവോള മൊരിഞ്ഞിട്ട് നല്ലൊരു ഗോൾഡൻ കളറാവാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട. ഇനിയിപ്പോൾ നിങ്ങൾക്ക് തക്കാളി വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുളിക്ക് വേണ്ടിയിട്ട് കുറച്ച് നാരങ്ങ നീര് ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല.
ഇപ്പോൾ സവോളയും ചെറുതായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർക്കാം. മസാലപ്പൊടികളൊക്കെ ചേർത്ത് ഒന്നാണ്ട് മൊരിഞ്ഞ് വരുമ്പോഴേക്കും സവോള ഒന്നും കൂടി ഒന്ന് സോഫ്റ്റ് ആയിക്കോളും. മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. മഞ്ഞൾപ്പൊടി നന്നായിട്ട് മൊരിയണം. തീ നമുക്ക് പതുക്കെ ഒന്ന് കുറച്ച് വയ്ക്കാം. അത് മസാലപ്പൊടികളൊക്കെ ചേർക്കുന്ന സമയത്ത് തീ കുറച്ച് വയ്ക്കുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അത് എന്ത് കറി ഉണ്ടാക്കുമ്പോഴും മസാലപ്പൊടികൾ ചേർക്കുമ്പോൾ തീ നന്നായിട്ട് കുറച്ച് വയ്ക്കണം. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് മല്ലിപ്പൊടി ചേർക്കാം. മല്ലിപ്പൊടി നമ്മൾ ഇതിലേക്ക് കുറച്ച് കൂടുതൽ ചേർക്കും കേട്ടോ. മല്ലിപ്പൊടി കൂടുതൽ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഈ മസാലയ്ക്ക്. അപ്പോൾ ഞാനിവിടെ ഫ്രഷായിട്ട് മല്ലി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഞാനിതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിയായിട്ടാണ് ചേർത്തേക്കുന്നത്. ഈ ചെറിയ തീയിലിട്ടിട്ട് ഈ മല്ലിപ്പൊടിയും നന്നായിട്ടൊന്ന് മൊരിച്ചിട്ട് എടുക്കുക. ഈ മല്ലിപ്പൊടിയും മൊരിയണം കേട്ടോ. തീ അങ്ങോട്ട് പെട്ടെന്ന് കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഈ പാത്രത്തിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് പുക കയറും. പിന്നെ നമ്മൾ മസാലയൊക്കെ റെഡി ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ലാസ്റ്റ് ചിലപ്പോൾ ടേസ്റ്റ് നോക്കുമ്പോൾ ചിലപ്പോൾ പുകച്ചൊക ഉണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു കൈപ്പരസൊക്കെ ഉണ്ടാവും. അപ്പോൾ മല്ലിപ്പൊടിയും ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുളക് പൊടി ചേർക്കാം. മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം കേട്ടോ. കാരണം പല മുളക് പൊടിക്കും പല എരിവായിരിക്കും. പൊടി എടുക്കുന്ന മുളക് പൊടിക്ക് അധികം എരിവില്ല കേട്ടോ. മുളക് പൊടി ഞാനിതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. അപ്പോൾ എല്ലാ മസാലപ്പൊടികളും ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തക്കാളിയും ചേർക്കണം, ഗരം മസാലയും ചേർക്കണം. ഇതിലേക്ക് തക്കാളി ചേർക്കാം, ഗരം മസാല ചേർക്കാം. ഗരം മസാല ഞാൻ ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂണാണ് ചേർത്തേക്കുന്നത്. എന്നിട്ട് ലാസ്റ്റ് ഈ മസാല റെഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ ടേസ്റ്റ് നോക്കാം. ടേസ്റ്റ് നോക്കിയിട്ട് ഇപ്പോൾ നമുക്ക് തോന്നാണ് കുറച്ചും കൂടിയും ഗരം മസാല വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഗരം മസാല ഇപ്പോൾ നമ്മൾ എന്ത് കറി വയ്ക്കുമ്പോഴായിരുന്നാലും ലാസ്റ്റ് ചേർത്താലും കുഴപ്പമില്ല കേട്ടോ. ഗരം മസാലയ്ക്ക് അങ്ങനെ ഒരു പച്ച ടേസ്റ്റൊന്നുമില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഈ ഒരു ചെറിയ തീയിലിട്ടിട്ട് മൂടി വെച്ചിട്ട് ഈ തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് ഒന്ന് സോഫ്റ്റായിട്ട് വരണം. ഇനി ഇടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ തക്കാളിയൊക്കെ വെന്ത് നന്നായിട്ട് സോഫ്റ്റായിട്ടുണ്ട്. ഈ മസാലയുടെ കൂടെ അങ്ങോട്ട് ചേർന്ന് വന്നിട്ടുണ്ട്. ഈ മസാലയൊക്കെ ആയിരുന്നാലും ഇങ്ങനെ വെള്ളം പോലെയല്ലല്ലോ ഇരിക്കേണ്ടത്. അപ്പോൾ തക്കാളി അങ്ങനെ കൂടുതൽ ചേർത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മസാല വെള്ളം പോലെയാവും. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതിലേക്ക് പുഴുങ്ങിയേക്കണം മുട്ട ചേർക്കണം. അതിപ്പോൾ ചേർക്കണ്ട, നമുക്ക് ഇനി ലാസ്റ്റ് നമ്മൾ ഫില്ലിങ് വെക്കുന്ന സമയത്ത് നമുക്ക് ചേർത്താൽ മതി. ഈ മുട്ട പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിവിടെ 2 മുട്ട വെച്ചിട്ടാണ് പൊരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. കാരണം ഈ മുട്ട നമ്മൾ പൊരിച്ചിട്ടെടുക്കുമ്പോൾ ഒരുപാട് കനത്തിൽ നമുക്ക് പൊരിച്ചിട്ടെടുക്കണ്ട. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർക്കാം. അത് ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഈ ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രഷ് ചെയ്തേക്കണ മുളകുണ്ടല്ലോ, അതും വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് ഒരു ചെറിയ കഷ്ണം സവോളയും ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാട് ചേർക്കരുത് കേട്ടോ. ഞാനിതിലേക്ക് വളരെ ചെറുതാണ് ചേർക്കണത്. അത് നല്ല പൊടിയായിട്ട് ഒരു പേരിന് മാത്രം കുറച്ചൊന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഒരു ചെറിയ പീസാണല്ലോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ. ഒരു പേരിന് വളരെ കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഉപ്പ് ചേർക്കുമ്പോഴായിരുന്നാലും മുട്ടയ്ക്ക് പൊരിക്കുമ്പോൾ നമുക്കറിയാലോ ഉപ്പ് വളരെ കുറച്ച് ആവശ്യം ഉണ്ടാവുള്ളൂ. ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഈ മുട്ട പൊരിക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കുക. നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ചേർക്കുക. ഇതിലേക്ക് മുട്ടയുടെ മിക്സിങ് ചേർക്കുക. എന്നിട്ട് നല്ല കനം കുറച്ചിട്ട് ഈ പാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളൊന്ന് ചിറ്റിച്ചിട്ട് നല്ല കനം കുറച്ചിട്ട് പൊരിച്ചിട്ട് എടുക്കണം. തീ ഒരുപാട് കൂട്ടി വയ്ക്കരുത് കേട്ടോ. അപ്പോൾ ഈ മുട്ടയുടെ അടിഭാഗത്തിൻ്റെ കളർ പെട്ടെന്നായിട്ട് മാറും. പിന്നെ മുട്ട പൊരിച്ചിട്ട് എടുക്കുമ്പോഴായിരുന്നാലും കുറേ നേരം ഇട്ടിട്ട് വേവിക്കുക. മുട്ടയുടെ ഒരു സൈഡ് വെന്തിട്ടുണ്ട്, ഇനി മറ്റേ സൈഡ് തിരിച്ചിടുക. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു അപ്പം പോലെ കിട്ടണം കേട്ടോ. നമ്മുടെ മുട്ട റെഡി ആയിട്ടുണ്ട്. ഇതിന് കുറേ നേരം ഇട്ടിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട കേട്ടോ. ഇനി ഇത് ഞാനിവിടെ വേറൊരു പാത്രത്തിലേക്ക് പകർത്താണ്. അപ്പോൾ ഇനി ബാക്കിയുള്ള മുട്ടയും ഇതേപോലെ തന്നെ പൊരിച്ചിട്ടെടുക്കുക.
നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കിയത് ചൂടാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓരോന്നിൻ്റെ മുകളിൽ ഓരോന്നായിട്ട് നമ്മളിങ്ങനെ പൊരിച്ചിട്ട് എടുക്കുമ്പോൾ വെക്കേണ്ട കേട്ടോ. അപ്പോൾ ഇത് ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ അങ്ങോട്ട് സെപ്പറേറ്റ് മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ നമ്മുടെ മുട്ട പൊരിച്ചെടുത്ത് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതേപോലത്തെ 3 എണ്ണം പൊരിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മസാലയും ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് പകർത്താം. ഇനി നമുക്ക് ഈ മൈദ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഒരു 2 നുള്ളി ഉപ്പ് ചേർക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഇനി ഇതാണ്ട് നീക്കി വയ്ക്കുക. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ നമ്മൾ ബ്രെഡ് ക്രംസും വയ്ക്കണം. ഈ ഒരു മുട്ടേനെ ഞാനിവിടെ 2 ആയിട്ടാണ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ 2 പീസായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തു. അപ്പോൾ ഇതിപ്പോൾ 2 മുട്ടയുണ്ടോ നമ്മൾ പൊരിച്ചിട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിനകത്തുനിന്ന് ഒരു പീസാണ്ട് മാറ്റി വയ്ക്കുക. ഈ മുട്ടേനെ ഞാനിവിടെ ഇതേപോലെ ഇങ്ങനെ 2 ആയിട്ട് ഫോൾഡ് ചെയ്യാണ്. ഈ ഷേപ്പിലായിട്ടോ നമ്മളിത് പൊരിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പോണത്. അപ്പോൾ മുട്ട പൊരിച്ചിട്ട് എടുക്കുമ്പോൾ അതേപോലെ നല്ല കറക്റ്റ് റൗണ്ടായിട്ട് പൊരിച്ചിട്ട് എടുക്കണം. സൈഡൊന്ന് ഈ മൈദയുടെ മിക്സിങ് ഈ 2 സൈഡൊന്ന് ആക്കി കൊടുക്കണം. അപ്പോൾ അത് ഇതിനകത്ത് ഇട്ട് വെക്കരുത് കേട്ടോ. ഇട്ട വഴിക്ക് തന്നെ നമ്മൾ എടുത്തിട്ട് ഈ ബ്രെഡ് ക്രംസ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ ഇതിലേക്ക് ഇടണം. ഇതേപോലെ കിട്ടിയില്ലേ. ഇനി ഇതെടുത്തിട്ട് ഇത് നമ്മൾ രണ്ട് സൈഡിലും ബ്രെഡ് ക്രംസ് ആക്കുക. ഇത് നമ്മൾ ഇതിൽ നിന്ന് എടുത്തിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് വയ്ക്കുക. ഇതിങ്ങനെ നിവർത്തി വയ്ക്കുക. അപ്പോൾ ഓൾറെഡി ബ്രെഡ് ക്രംസ് നമ്മൾ പിടിച്ചിരിക്കുന്നുണ്ട്. ഇനി അത് വിട്ടു പോവില്ല. ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് മുട്ടയുടെ ഫില്ലിങ് വയ്ക്കാം. ഇതേപോലെ ഒന്ന് പരത്തിയൊന്ന് വെച്ച് കൊടുക്കുക. ഞാനങ്ങനെ സെൻറ്ററിൽ മാത്രം വയ്ക്കണ്ടേ, ഇതേപോലെ ഒന്ന് പരത്തി വെച്ച് കൊടുക്കുക. ഇതിപ്പോൾ ഈ മുട്ടയുടെ പീസിന് അത്യാവശ്യം നല്ല വലിപ്പമുണ്ടല്ലോ. ഇതിലേക്ക് നമുക്ക് ഒരു മുട്ടയുടെ പകുതി വയ്ക്കാം. ഇനി ഇത് നമ്മൾ മുക്കാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ ഫോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അതേപോലെ തന്നെ ഫോൾഡ് ചെയ്യുക. ഇനി ഇത് നമ്മൾ നേരത്തെ ബ്രെഡ് ക്രംസിൽ മുക്കാൻ വേണ്ടിയിട്ട് ഫോൾഡ് ചെയ്തില്ലേ, അതേപോലെ തന്നെ ഫോൾഡ് ചെയ്യുക. അപ്പോൾ ഇതേപോലെ കിട്ടും. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ കോർണർ ഉണ്ടല്ലോ, ഈ കോർണർ നമ്മൾ ഈ മൈദയുടെ മിക്സിങ് വെച്ചിട്ട് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. പക്ഷേ ഒട്ടിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് 2 സൈഡും തിരിച്ച് മറിച്ചിട്ടിട്ടാണ് മൊരിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമ്മളിത് ഇങ്ങനെ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഡീപ് ഫ്രൈ ചെയ്തിട്ടല്ല എടുക്കണത്. അതേപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇതേപോലത്തെ 4 എണ്ണാട്ടം ഉണ്ടാക്കിയേക്കുന്നത്. കാരണം 4 എണ്ണത്തിനുള്ള മസാല ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു 6 എണ്ണമാണല്ലോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ മസാല ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ ഡബിള് വെച്ചിട്ട് എടുത്തോട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ മസാല തികയില്ല. പിന്നെ ഇപ്പോൾ മസാല ബാക്കി വരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും അത് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത് മൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബട്ടറിൽ മൊരിച്ചിട്ടെടുക്കുക, അല്ലെങ്കിൽ ഓയിലിൽ മൊരിച്ചിട്ടെടുക്കുക. അപ്പോൾ ഞാനിതിവിടെ ഓയിലിലായിട്ട് മൊരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഞാനിവിടെ ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെക്കുന്നത്. വലിയ ബർണറൊക്കെ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് നിങ്ങൾ തീ ഒന്ന് കുറച്ച് വെക്കണം. അപ്പോൾ ഇത് 2 സൈഡ് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് മൊരിഞ്ഞ് വരാൻ ആവശ്യത്തിനുള്ള ഓയിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കണം കേട്ടോ, എന്നാൽ മാത്രമേ അത് ശരിക്കാണ്ട് മൊരിഞ്ഞ് കിട്ടുള്ളൂ. ഇത് നമുക്ക് പാനിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇത് നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ ഇങ്ങനെ നന്നായിട്ട് മുരിച്ചിട്ട് എടുക്കണം. അവളായിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുക.
അപ്പോൾ നമ്മുടെ ഡബിൾ മുട്ട പപ്സ് റെഡി ആയിട്ടുണ്ട്. ഞാൻ കഴിച്ചു നോട്ടേട്ടാ. അപ്പോൾ നിങ്ങൾ കഴിക്കുമ്പോൾ അധികം ചൂടാറുന്നതിന് മുമ്പ് കഴിക്കണം, അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പോൾ ഇതിൻ്റെ ചൂട് ചെറുതായിട്ട് ആറിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ നിങ്ങൾ കഴിക്കുമ്പോൾ ആ പാനിൽ നിന്ന് എടുത്ത വഴി തന്നെ കഴിക്കാം, അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. കഴിച്ചേട്ടാ. ഇതിൻ്റെ ആ പുറത്തെ ഒരു ഷീറ്റ് ഉണ്ടല്ലോ, അത് നമ്മൾ മുട്ടയും കൊണ്ടാണല്ലോ ഉണ്ടാക്കിയേക്കുന്നത്. പക്ഷെ അത് കഴിക്കുമ്പോൾ മുട്ടയുടെ ഒരു ടേസ്റ്റ് അങ്ങനെ വരുന്നില്ല കേട്ടോ. കാരണം ഇതിൻ്റെ പുറത്ത് നമ്മൾ അത്യാവശ്യം നല്ല കനത്തിൽ ബ്രെഡ് ക്രംസ് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. മുട്ട പൊരിച്ച പോലത്തെ ഒരു ടേസ്റ്റ് അല്ല കേട്ടോ. പിന്നെ ഇതിൻ്റെ ഉള്ളിലെ ഫില്ലിങ് നല്ല ടേസ്റ്റുള്ള ഫില്ലിങ്ങാണ്. ഞാൻ ഇതിന് മുമ്പും വേറെ എനിക്ക് തോന്നുന്നു പപ്സൊക്കെ ഉണ്ടാക്കിയപ്പോഴും ഈ സെയിം ഫില്ലിങ് തന്നെ ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റുള്ള ഫില്ലിങ്ങാണ്. ഈ ഫില്ലിങ്ങിന് ടേസ്റ്റ് കൊടുക്കുന്നത് ഇല്ലെങ്കിൽ നമ്മൾ സവോള നന്നായിട്ട് ചേർക്കുമല്ലോ, പിന്നെ മല്ലിപ്പൊടിയും അത്യാവശ്യം നന്നായിട്ട് ചേർക്കണം, തക്കാളി വളരെ കുറച്ച് ചേർക്കാം. അപ്പോൾ മസാലയ്ക്ക് ആയിരുന്നാലും നല്ല ടേസ്റ്റ് ഉണ്ട്. മുട്ട ഇഷ്ടമുള്ളവർക്ക് എന്തായിരുന്നാലും നല്ല ഇഷ്ടം. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ ഇനി നാളെ നമുക്ക് വേറൊരു പുതിയൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വരാം. അപ്പോൾ മിയ കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ റെസിപ്പികൾ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്കിനി നാളെ വേറെ റെസിപ്പി ആയിട്ട് വരാം. പക്ഷേ ഒരു വെറൈറ്റി ടേസ്റ്റ് കേട്ടോ അത്.